ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. നൗഫൽ കൊണ്ടോട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. നമ്മുടെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ 28ാം ഡിവിഷനിൽ ചിറയിൽ ചുങ്കം സ്കൂളിന്റെ ഒക്കെ അടുത്തായിട്ട് കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ തൊഴിലുറപ്പിലെ നമ്മുടെ ആളുകളുടെ സഹകരണത്തോട് കൂടിയിട്ട് കുറച്ച് പൂക്കളെ കൃഷി ഇറക്കിയിട്ടുണ്ട്. അതിതാ വിരിഞ്ഞു വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ ഡിവിഷൻ കൗൺസിലർ നമ്മളോട് സംസാരിക്കണതാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കൗൺസിലർ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. 28ാം വാർഡിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്ന ജനകീയനായ കൗൺസിലറാണ്. ഇതിന്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുമ്പോ എന്താ തോന്നുന്നത്? ഓണക്കാലത്ത് ഈ ഒരു പൂവ് വിരിഞ്ഞു നിൽക്കുമ്പോൾ മനസ്സിന് വലിയൊരു സംതൃപ്തിയാണ്. കാരണം വാർഡിൽ ഇങ്ങനെ ഒരു ആശയം വെക്കുമ്പോൾ ഈ ഒരു തരിശു നിലത്താണ് നമ്മൾ ഈ ഒരു പൂക്കൃഷി തുടങ്ങിയത്. ഓണക്കാലത്ത് ഓണം നമുക്കറിയാം കേരളീയരുടെ ഒരു ഉത്സവമാണ്. അപ്പോൾ ഈ ഒരു ദേശീയോത്സവത്തിന് എല്ലാവരും പൂക്കളിടുമ്പോൾ നമ്മുടെ വാർഡിലുള്ള ആളുകൾക്കും അതുപോലെ മറ്റുള്ള ആളുകൾക്കൊക്കെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. പൂക്കൃഷി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ, അതൊരു ചെറിയൊരു പരീക്ഷണം നടത്തി അതിൽ 100 മേനി എത്രയോ വർഷമായിട്ട് ഉപയോഗിക്കാതെ കിടന്ന സ്ഥലമാണ്. അവിടെ ഒന്ന് മണ്ണിട്ട് ഒന്ന് സെറ്റാക്കി അതിന് തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ വളരെ സപ്പോർട്ടായി കൂടെ നിന്നു. നല്ല രീതിയിൽ എന്താ ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ഈ പൂവ് ഫസ്റ്റ് ഘട്ടമായതുകൊണ്ട് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് വാർഡിലുള്ള ആളുകൾക്ക് നമ്മൾ അവരെ ഓണത്തിനുള്ള പൂക്കൾ സൗജന്യമായിട്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു എക്സ്പോർട്ടിങ്ങിന്റെ ആള് വന്ന് നോക്കിപ്പോയി പൂവിന്റെ ഗുണമേന്മ കണ്ടിട്ട് എക്സ്പോർട്ടിങ്ങിനും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ടിന്റെ അടുത്താണല്ലോ, അതും ഒരു KNP എക്സ്പോർട്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. നാട്ടുകാരൻ തന്നെയാണല്ലോ. അപ്പൊ ഇതിന്റെ ചെലവായ പൈസ മിക്കവാറും നമുക്ക് അവിടുന്ന് കിട്ടും. അത് പറയാൻ പറ്റൂല. നമുക്കെന്താ വെച്ചാൽ തുടക്കം ഈ തരിശു നിലത്തായതുകൊണ്ട് നല്ല എക്സ്പെൻസ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഇനി ഭാവിയിൽ മറ്റു കൃഷികൾ തുടങ്ങുന്നതോട് കൂടി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോളേ നമ്മളെ കൂട്ടത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറെ ആൾക്കാരുണ്ട് കണ്ടില്ല. നമ്മളെ താത്താരും ചേച്ചിമാരൊക്കെ ഉണ്ട് ഇവിടെ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിങ്ങനെ വിരിഞ്ഞിക്കുമ്പോ സന്തോഷം തോന്നുന്നുണ്ടോ? വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ ഇതിന് ഒരുപാട് പൈസന്റെ ചെലവും അധ്വാനവും ഞങ്ങളെ സൽമാനാണ്. സൽമാൻ ഒരു മുതലാണ്. ഓന് ഒരുപാട് പൈസയും കുറെ ചെലവും ഉണ്ട്. പക്ഷെ തൊഴിലുറപ്പ് ആൾക്കാരെ അധ്വാനാണിത്. പലരും ഞങ്ങളെ കളിയാക്കലുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ നല്ല ഉത്സാഹിച്ച് തന്നെ പണിയെടുത്ത് കളിയാക്കല് തൊഴിലുറപ്പ് കുത്തിരിപ്പ് എന്ന് പറഞ്ഞാണ്ടാ തൊഴിലുറപ്പ് കുത്തിരിപ്പ് എന്ന് പറഞ്ഞാണ്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാരും കളിയാക്കലുണ്ട്. അത് ഞങ്ങൾ സെഞ്ചി തൂക്കി പിടിച്ചുകൊണ്ട് പോകുമ്പോ തന്നെ ഓല് കളിയാക്കല. തൊഴിലുറപ്പ് എന്നും പറഞ്ഞു. അതായത് തൊഴിലുറപ്പല്ല, തൊഴില് വന്നാ ഇരിക്കലാണ് പറഞ്ഞിട്ടില്ലേ? തൊഴിലുറപ്പ് കഴിഞ്ഞു വെച്ചാണ് നിങ്ങളെ കളിയാക്കല്ലേ. അപ്പൊ ആ കളിയാക്കണവർക്കുള്ള ഒരു മറുപടിയാണിത്. ഞങ്ങൾ നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെ കുട്ടിമാരുടെ ഒപ്പം ഇതിന്റെ കൂടെ നിന്ന് അധ്വാനിച്ച് ഉണ്ടാക്കിയത് തന്നെയാണ് ഈ കാണുന്ന പൂച്ചെടികളും ഒക്കെ. അല്ല, ഈ സ്ഥലത്തിനെ പറ്റി അറിയണവർക്ക് അറിയാം അത് എങ്ങനെ കഴിഞ്ഞ സ്ഥലമാണെന്ന്. അതിന്റെ മുകളിൽ ഈ സ്ഥലം കേട്ടോ നമ്മുടെ ചുങ്കത്ത് സ്കൂളാണ് ഈ കാണുന്നത്. ചുങ്കത്ത് സ്കൂളാണ് ഈ കാണുന്നത്. ഇതിന്റെ തൊട്ടടുത്താണ്. ഇതാ മെയിൻ റോഡ് ഇവിടെ ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണിത്. 8-10 ലോഡ് മണ്ട ഇറക്കിയാണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷി ഉണ്ടാക്കിയത്. അയിമലാണ് ഞങ്ങൾ ഈ അധ്വാനമൊക്കെ അധ്വാനിച്ചത്. അപ്പൊ ഇനി ചുരുക്കി പറഞ്ഞ നിങ്ങളെ കണ്ടാ കളിയാക്കാൻ പറ്റൂല, പാടില്ല. നിങ്ങൾ നല്ലോ അധ്വാനിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഏതായാലും നിങ്ങളൊക്കെ കഷ്ടപ്പാട് കുട്ടികളെ അത് കുട്ടികൾക്ക് അറിയാത്തോണ്ടാണ്. അതേപോലെ തമാശക്ക് വിളിക്കണാണ്. നമ്മള് കുട്ടികളല്ലേ, നിങ്ങളെ കാണുമ്പോ പറഞ്ഞു കൊടുക്കണം. കുട്ടികളല്ലേ, അവര് പണിയെടുത്തിട്ട് ഈ റോഡും വേസ്റ്റ് സാധനങ്ങൾ മുഴുവനും അവരാണ് ഈ എടുക്കണമെന്നും അവരെ മാതാപിതാക്കൾ അവരെ മനസ്സിലാക്കി ഇവിടെ ഇതിന്റെ ഉള്ളിൽ റോഡ് സൈഡിൽ. ഓക്കെ ഓക്കെ. ഇതിത്താണ് ഇനിയിപ്പോ നമുക്ക് നോക്കണ്ടേ. ഇതിക്ക് ഇനിയിപ്പോ എന്താ അറിയോ, ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടാൽ നാളെ മുതൽ ഇങ്ങനെ കാഴ്ചയൊക്കെ ആൾക്കാർ വരും. അപ്പൊ വരുന്നവരോട് പറയാനുള്ളത് ദയവതി പൂവിലൊന്നും തൊടരുത്. ഇത് ഫുള്ള് വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല, കണ്ടില്ല, ഇങ്ങനെ നിൽക്കണുള്ളൂ. ഞങ്ങൾ നല്ലോണം പറയുന്നുണ്ട്. എന്താ വെച്ചാല് അത്രക്കും അധ്വാനം പൈസന്റെ ചെലവ്. ഒരു കുപ്പി ഇട്ടാലും കുപ്പി വീണില്ലേ, അതൊരുക്കാനും കുട്ടികളൊക്കെ ഭയങ്കര വളന്മാരാണ്. അപ്പൊ വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതിങ്ങനെ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ബാംഗ്ലൂരിൽ നിന്ന് തൈ ഉണ്ടെന്നാലേ.
വിത്ത് കൊണ്ടുവന്നില്ലേ? വിത്ത് കൊണ്ടുവന്ന് ട്രയലിട്ട് മുളപ്പിച്ചതിന് ശേഷം ഇവിടെ കൃഷി ചെയ്തു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ മറ്റൊരു ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പള്ളിക്കൽ ബസാർ കൃഷിഭവനിന്ന് വിത്ത് കൊണ്ടുവന്നിട്ട് മുളപ്പിച്ചെടുത്തതാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഈ വർഷത്തെ ഓണത്തിന് കൊണ്ടോട്ടിക്കാരൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ പറ്റുന്നതും, നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വാങ്ങാൻ പറ്റുമെന്ന് ശ്രമിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഓരോ സംരംഭം വിജയിക്കണ്ടേ. കണ്ടില്ല, ഇവരെ പോലെയുള്ള ഒരുപാട് ആൾക്കാരെ കഷ്ടപ്പാടാണ് കേട്ടത്. ഇതിലൊക്കെ ഏറ്റവും മിനിമം കുറഞ്ഞ വയസ്സ് എത്ര? 60 വയസ്സോ? ഒക്കെ 60 വയസ്സിന്റെ മേപ്പെട്ടുണ്ടല്ലോ അതിന്റെ പണിക്കാര്. നിങ്ങൾ ഈ പ്രായത്തിൽ ഈ പണി എടുക്കണ്ടല്ലോ, നിങ്ങൾ സമ്മതിക്കണം. അപ്പൊ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത് ഇത്രത്തോളം വിജയിച്ചതിന് അല്ലെങ്കിൽ വിജയിപ്പിച്ചതിന് ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളോടും അതുപോലെ അതിന് സപ്പോർട്ടായിട്ട് അവരെ കൂടെ നിന്നുകൊടുത്ത കൗൺസിലറോടും ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ പൂക്കൃഷി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. കഴിയുന്നതും നമ്മളെ നാട്ടിലെ സാധനങ്ങൾ തന്നെ മേടിക്കാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ.